വീട്ടില് ഫംഗ്ഷനൊക്കെ വരികയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് ആദർശിന് ഒരു പുതിയൊരു മുണ്ടും ഷർട്ടൊക്കെ മേടിച്ചു കൊടുക്കാണ് ദേവയാനി. ഇതേ സമയത്ത് തന്നെ നയന തന്റെ പൈസ കൊണ്ട് അവന് പോയിട്ട് നല്ലൊരു മുണ്ടും ഷർട്ടും ഒക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ ആദർശിന് കൊടുക്കുന്നത് ദേവയാനാണ് കേട്ടോ. ദേവയാനി എന്ത് കൊടുക്കാണ് ആദർശെ, ദാ ഇത് അമ്മ മോന് വേണ്ടി മേടിച്ചതാ, ഈ ഒരു ഡ്രസ്സ് വേണം മോൻ ആനിയുടെ ഫംഗ്ഷൻ ഇടാൻ വേണ്ടിട്ടെന്ന് പറയാണ്. ആനിയുടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ആനിയുടെ വെഡിങ് എൻഗേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ. അപ്പം അതേ സമയത്ത് തന്നെ ഇവന് ഈ ഒരു ഡ്രസ്സ് എടുത്ത് അവന്റെ കബോർഡിൽ വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന കുറച്ച് കഴിയുമ്പോഴേക്കും നയന കയറി വരികയാണ്. എന്നിട്ട് ആദർശേട്ടാ ഇത് കണ്ടോ, ഞാൻ ആദർശേട്ടിന് വേണ്ടിയിട്ട് കടയിൽ പോയി മേടിച്ചു തന്നിട്ടാ, ഇത് വേണം ആദർശേട്ടൻ നാളെ ഇടാനെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷർട്ടും മുണ്ടും നയന കൊടുത്തിട്ട് പോവാണ്. അപ്പോഴേക്കും ആദർശ് ഒരുക്കാണ്, ഈശ്വര ഇത് വലിയ കുരിശായല്ലോ, അമ്മയും കൊണ്ട് തന്നു അവളും തന്നു, ഇനിയിപ്പോ ഞാൻ ഏതിട്ടുണ്ടിറങ്ങിയാലും ഇവിടെ കലഹം ഉറപ്പാ, ഇനി ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സും ആദർശ് എടുത്ത് അലമാരിയിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് ആലോചിക്കാണ്, ഈശ്വര ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന്. ഇത് ശരിക്കും ആദർശ് നയനനെ ഭയങ്കരമായിട്ട് പ്രണയിക്കുന്ന ആ ഒരു സമയത്തുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ. ആ ഒരു സമയത്താണ് അനിയുടെ എൻഗേജ്മെന്റ് ഒക്കെ വരുന്നത്. അതായത് നവ്യ ഗർഭിണിയല്ല എന്ന് തിരിച്ചറിയുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു എപ്പിസോഡാണ്. അങ്ങനെ ആദർശ് ആലോചിക്കാണ്, ഈശ്വര ഞാനിപ്പം നയന തന്നിട്ടാല് അമ്മ ഗർഭിക്കും, അമ്മ തന്നിട്ടാല് നയനയും പിണങ്ങും, ഇപ്പൊ രണ്ടുപേരെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ആലോചിക്കാണ്. എന്നിട്ട് നയന അറിയാൻ കേട്ടോ. അപ്പൊ ദേവയാനി അടുത്ത് പോയി ദേവയാനി വന്നിട്ട് ജയനോട് പറയുന്നുണ്ട്, ആദർശിന് ഞാൻ പുതിയൊരു ഷർട്ടും മുണ്ടും മേടിച്ചു, ഞാനോട് കൊടുത്തിട്ടുണ്ട്, നാളെ എന്റെ മോൻ അതിട്ട് വേണം ഇറങ്ങി വരാൻ ഞാനോട് പറഞ്ഞിട്ടുണ്ടെന്ന് നയനയുടെ മുമ്പിൽ വെച്ച് ദേവേനെ പറയുന്നുണ്ട്. പക്ഷെ നയനോട് ഡ്രസ്സ് കൊടുത്ത കാര്യം ദേവേനെ അറിയുന്നില്ല കേട്ടോ. അപ്പൊ നയന മനസ്സിലാലോചിക്കുകയാണ്, ശരി ഇത് തന്നെ ആദർശേട്ടനെ പരീക്ഷിക്കാനുള്ള അവസരം, ആദർശേട്ടന് ഈ കളിക്കുന്ന സ്നേഹമെല്ലാം കളവാണെന്നുണ്ടെങ്കിൽ നാളെ അമ്മ കൊടുത്ത ഡ്രസ്സ് ഇടും, അതല്ല ആദർശമായിട്ട് ഞാൻ കൊടുത്ത ഡ്രസ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആദർശം കാണുന്ന സ്നേഹമൊക്കെ സത്യമാണെന്നാണ് അർത്ഥം എന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതിന്തിനാ നീ സ്പെഷ്യലായിട്ട് അവന് വാങ്ങിക്കൊടുത്തേ. അപ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, എല്ലാ പ്രാവശ്യവും ഞാൻ അവനിതുപോലെ ഓരോ സസ്പെൻസ് ഗിഫ്റ്റ് കൊടുക്കാറുള്ളതല്ലേ, അത് അവന് ഒരുപാട് ഇഷ്ടാ, അവനെ ഇഷ്ടപ്പെട്ട കളർ തന്നെ സെലക്ട് ചെയ്ത് ഞാൻ കൊടുത്തിരിക്കുന്നേ എന്ന് പറയാണ്. അപ്പോഴേക്കും നയന ആലോചിക്കാണ്, ഈശ്വര ഇനി ആദർശേട്ടൻ ഞാൻ കൊടുത്ത അങ്ങനെ ഇട്ടോണ്ട് വന്നാല് അമ്മ അത് ഭയങ്കര സങ്കടാവുമല്ലോ, അമ്മയ്ക്ക് സങ്കടം മാത്രമല്ല വലിയ കലഹം തന്നെ ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ആണെന്ന് തൽക്കാലം ആരും അറിയണ്ട, ഞാൻ കൊടുത്തെന്ന് ആദർശനോടും പറയണ്ടെന്ന് പറയണം എന്നൊക്കെ നയന മനസ്സിൽ ആലോചിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നയന ആദർശനോട് അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല. എന്തായാലും ആദർശന്റെ മനസ്സിലെ ഇഷ്ടം എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞ് നയന ഇങ്ങനെ കാത്തിരിക്കാനുണ്ടോ. അപ്പം ആദർശിന് നയന മേടിച്ചു കൊടുത്ത അതേ സെയിം കളർ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ നയന ധരിക്കുന്നത്. അത് ആദർശിന്റെ ഷർട്ടിന്റെ കളറിലെ ബ്ലൗസും കസവ് മുണ്ടാണ്. അപ്പൊ അതിന്റെ അതേ കസവ് സാരിയാണ് നയന കൊടുക്കുന്നത്. അങ്ങനെ രാവിലെ എൻഗേജ്മെന്റ് രാവിലെ തന്നെ നയന ഒരുങ്ങി റെഡിയായിട്ട് താഴെ നിൽക്കുന്നുണ്ട്. ആദർശം ഏതിടുമെന്ന് അറിയാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് ഹാളിൽ തന്നെ അളങ്ങി നിൽക്കുകയാണ്. അപ്പൊ ദേവയാനിയാണെന്ന് പറയാണ് ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ മേടിച്ച ഷർട്ട് മുണ്ടിട്ട് എന്റെ മോൻ ഇറങ്ങി വരുന്ന കണ്ടോണം, അവനൊരു രാജാവിനെ പോലെ ആ പടി ഇറങ്ങി വരുന്ന കാണാൻ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി നിൽക്കുന്ന ജലജ മനസ്സിൽ കരുതാണ്, കുറെ സ്വത്തുണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞ് രാജാവാകുവോ, അബിയാണ് എന്റെ മകനാണ് അടുത്ത ഈ തറവാട്ടിലെ രാജാവ് എന്നിങ്ങനെ ജലജ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ആദർശ് ടോട്ടൽ കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ആദർശ് ആലോചിക്കുകയാണ്, ഇത്രയും വർഷം ഞാൻ അമ്മ തന്നതല്ലേ ഇട്ടത്, ഇനി ഈ ഒരു വർഷം നയന തന്നിടാം, അതിനുശേഷമുള്ള വർഷം അമ്മ തന്നിടാം, അങ്ങനെ രണ്ടുപേർക്കും പരാതിയില്ലാതെ മാറി മാറിയിടാം. അത് മാത്രമല്ല ഇപ്പൊ രാവിലെ ഇല്ലായാലോ ഉച്ച കഴിഞ്ഞിട്ട് അമ്മ എന്ന ഡ്രസ് ഇടാം എന്നിങ്ങനെ ആദർശ് മനസ്സിൽ പറയാണ്. ഇതിട്ടുണ്ടിറങ്ങിയാല് അമ്മ വലിയ പ്രശ്നം ഉണ്ടാക്കോ, ആദർശ് മനസ്സിലാലോചിക്കുന്നുണ്ട്. ഈശ്വര ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ, ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ ആദർശ് പറയാണ്. ഒന്നും അമ്മയോട് ആ ഷർട്ട് ചെറുതാണെന്നങ്ങ് പറഞ്ഞാലോ, അത് തന്നെ നല്ല ഐഡിയ എന്ന് പറഞ്ഞിട്ട് ആദർശ് നയന കൊടുത്ത ഡ്രസ്സ് ഇട്ടുണ്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇത് കണ്ട് നയനയ്ക്ക് നല്ല സന്തോഷാന്ന് കേട്ടോ. പക്ഷെ ദേവിയാനാണെങ്കിലോ നല്ല ഷോക്കായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് ഇവിടെ നിൽക്കുകയാണ്. ആദർശ് ഇങ്ങനെ ഇറങ്ങി വരുന്ന കാണാൻ തന്നെ ആ ഒരു ചന്തം കണ്ട് നയന ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ദേവിയാനെ നോക്കുമ്പം ആദർശിന്റെയും നയനയുടെയും ഒരേ സെയിം ഡ്രസ്സാണ് ഇട്ടോണ്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. ആദർശ് വന്ന പാടെ ദേവേനെ ചോദിക്കാണ്, അമ്മേ മോനെ ഞാൻ മേടിച്ചിരുന്ന ഡ്രസ്സ് എവിടെ, അതമ്മേ ഷർട്ട് എനിക്ക് ചേരുന്നില്ല, അത് ചെറുതാ ടൈറ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനല്ലല്ലോ എല്ലാ പ്രാവശ്യവും മോനെ ഞാൻ മേടിക്കുന്ന സെയിം ഇത് തന്നെയാണല്ലോ മേടിച്ചത്, അമ്മേ പല കമ്പനിയുടെ ആകുമ്പം പല വ്യത്യാസം വരും, അതുകൊണ്ടായിരിക്കും എനിക്കത് ഇട്ടിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തു, നമുക്ക് ഉച്ചകഴിഞ്ഞ് ഞാൻ പോയി മാറിക്കോളാം എന്ന് പറയാണ്.
ആ അല്ല, ഇത് നീ എപ്പോ എടുത്തേ? അത് ഞാൻ ഇന്നലെ എടുത്തെന്ന് പറയാൻ വരുമ്പോഴേക്കും ജലജ പറയാണ്. കാരണം ജലജ ഇന്നലെ കണ്ടിരുന്നു നയന ആ ഡ്രസ്സ് എടുത്തോണ്ട് അവന് കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്ന കാര്യം. അതേട്ടത്തി അറിഞ്ഞില്ലേ? അവന്റെ ഭാര്യ ഈ പ്രാവശ്യം അവന് കൊടുത്ത ഗിഫ്റ്റ് അതെന്ന് പറയാണ്. അപ്പോഴേക്കും ദേവിനെ ദേഷ്യപ്പെട്ട് അവനെ നോക്കുന്നു. അപ്പോഴേക്കും ഇങ്ങനെ ജലജനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് കേട്ടോ. ആദർശ്, ഈ തള്ളക്ക് എന്തിന്റെ കേടാ? ഇവരെല്ലാം പൊളിച്ചടുക്കും തോന്നുന്നു. അമ്മയോട് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എങ്ങനെയെങ്കിലും ഞാനത് ഇതാന്ന് പറഞ്ഞ് മാറ്റിയെടുത്തേനെ എന്നൊക്കെ ഇങ്ങനെ ആദർശം മനസ്സിൽ പറയാണ്. അപ്പോഴേക്കും ജലജ പറയണ, എന്റെ പൊന്നേട്ടത്തി, ഏട്ടത്തിയല്ലേ പറഞ്ഞത്, ഏട്ടത്തിന്റെ മോൻ ഏട്ടത്തി കൊടുക്കുന്നതേ ഇടുള്ളൂ എന്ന്. രാജവനെ പോലെ ഇറങ്ങി വരുമെന്ന്. രാജവനെ പോലെ തന്നെ ഇറങ്ങി വന്നത്, പക്ഷെ അവന്റെ റാണി കൊടുത്തതാ ഇട്ടേന്ന് മാത്രം എന്നും പറഞ്ഞ് ജലജ കളിയാക്കി ചിരിക്കാണ്. നോക്കിയപ്പോഴേക്കും ദേവേനെ ഓർത്തതും ശരിയാണ്. നയന ഇട്ടേക്കുന്നതും ആദിച്ചിട്ടേക്കുന്നതും ഒരേ കോമ്പോ ഡ്രസ്സുകളാണ്. അപ്പൊ ഇത് കാണുമ്പോഴേക്കും ദേവയാനി ആകെപ്പാടെ ഇങ്ങനെ കലിപ്പിച്ച് നിൽക്കാണ്. അപ്പോഴേക്കും ആദർശം എന്നിട്ട് പറയണ, അത് അമ്മയെന്ന് പറയുമ്പോ വേണ്ട, ഒന്നും മിണ്ടണ്ട. നീ എന്നോട് കള്ളത്തിലും പറയാൻ തുടങ്ങിയല്ലേ? ഞാൻ മേടിച്ച ഡ്രസ്സ് നിനക്ക് ചെറുതായി പോയല്ലേ? എനിക്കറിയാം എന്റെ മോന്റെ സൈസൊക്കെ കൃത്യമായിട്ട് എത്രയാണ്. ഇത്രയും വർഷമായിട്ട് നിനക്ക് ഞാൻ കൊണ്ടുവന്ന ഏതെങ്കിലും ഡ്രസ്സ് പാകാതിരുന്നിട്ടുണ്ടോ? ഇതിപ്പോ എനിക്ക് മനസ്സിലായി. നിന്റെ ഭാര്യ ഒന്ന് ഇടാൻ വേണ്ടി നീ കള്ളത്തിലും പറഞ്ഞല്ലേ? മതി, ഇനി എന്നോടൊന്ന് മിണ്ടണ്ടെന്ന് പറഞ്ഞിട്ട് ദേവയാനി അകത്തേക്ക് കയറി പോകുമ്പോ മുത്തശ്ശി പറയാണ്, ദേവയാനി, നീ എന്താ കൊച്ചു കുട്ടികളെ പോലെ? നയനമോള് വന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ വലിയൊരു ഫംഗ്ഷൻ അല്ലേ നമ്മുടെ വീട്ടിലെ? നവിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഫംഗ്ഷൻ അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ആഘോഷമാക്കണ്ടേ? അവന്റെ ഭാര്യ കൊടുത്തിടണമെന്ന് അവനും താല്പര്യം കാണില്ലേ? നീ എന്താ അത് മനസ്സിലാക്കാത്തത്? നീ എത്രയോ തവണ ജയന് ഗിഫ്റ്റുകൾ വാങ്ങി കൊടുത്തിരിക്കുന്നു. നീ ഓർക്കുന്നുണ്ടോ? ഒരു വിഷുവിന് ഞാൻ എന്റെ മക്കൾക്ക് എല്ലാവർക്കും എടുത്തു കൊടുത്തു. അവരെല്ലാം ഞാൻ കൊടുത്താ ഇട്ടത്. പക്ഷെ നിന്റെ ഭർത്താവ് മാത്രം നീ കൊടുത്ത ഡ്രസ്സാ വിഷുവിട്ടത്. ആ കാര്യം നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് എന്തുകൊണ്ടാ? അവൻ എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണോ? അതുകൊണ്ടൊന്നുമല്ല. ഇത്രയും നാളും അമ്മേനെ സ്നേഹിച്ചു. ഇനിയിപ്പം ഭാര്യക്കൂടി ആ സ്നേഹം പകർത്തു കൊടുക്കണമെന്ന് അവന്റെ മനസ്സിലുള്ളത് കൊണ്ടാ. എന്നിട്ട് ഞാൻ എന്റെ ജയനെ കുറ്റപ്പെടുത്തിയോ? നിന്നോട് ഞാൻ പിണങ്ങിയിരുന്നോ? അതുപോലെ വേണം എല്ലാവരും ചെയ്യാൻ. അന്ന് ഞാൻ കുറ്റപ്പെടുത്താനും വഴക്ക് പറയാനും നിന്നിരുന്നെങ്കിൽ നിനക്ക് എന്തുമാത്രം വിഷമമായിരുന്നു? ഈ കുടുംബം ഇങ്ങനെ നിന്നു പോവായിരുന്നോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പം ദേവാനിക്ക് ഉത്തരം മുട്ടി നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഒരു വഴക്കിനും അയ്യാവലിക്കും ഒന്നും ആരും നിൽക്കേണ്ട. അന്ന് ജയൻ ചെയ്ത് നിനക്ക് ഓർമ്മയില്ലേ ദേവയാനി? ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചു കൊടുത്ത ഡ്രസ്സ് അവൻ ഇട്ടത്. അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞിട്ട് ആദർശിട്ടിട്ട് എന്ന് പറയുമ്പോൾ ആദർശം മനസ്സിലായതാണ്. ഈശ്വര, ഞാൻ ഉദ്ദേശിച്ച അതേ കാര്യം അതേപോലെയാണല്ലോ മുത്തശ്ശി പറയുന്നത്. ദേവേനി ഒന്നും മിണ്ടാതെ ടേബിളിലിരിക്കുകയാണ്. എന്തായാലും വഴക്കും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ ഈ ഒരു ഫംഗ്ഷന് എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കണം. നമ്മുടെ അനിമോന്റെ വിവാഹ നിശ്ചയാണ്. എന്തായാലും ആ പെണ്ണു വീട്ടുകാരും നല്ല ആൾക്കാരെന്ന് പറയുമ്പോഴേക്കും ജലജ പറയാണ്, അതല്ലേലും ഞങ്ങൾക്ക് വെച്ചുള്ള അബദ്ധമൊന്നും അവന് പറ്റിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനി ആകെപ്പാട് ടെൻഷൻ അടിച്ച് നിൽക്കാൻ കേട്ടോ. കാരണം അവന്റെ മനസ്സ് നിറയെ ഇപ്പോഴും നന്ദുവാണ്. അനാമികയെ സ്വീകരിക്കാൻ അവനായിട്ടില്ല. പക്ഷേങ്കില് അത് തുറന്നു പറയാൻ സാധിക്കാതെ അവനിങ്ങനെ വിങ്ങിപ്പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജാനകി പറയാണ്, അവൻ ഈ ലോകത്തൊന്നും അല്ല, അവനെ ഫംഗ്ഷന്റെ ലോകത്താ, അനാമികയുടെ ലോകത്താ എന്നൊക്കെ പറയുമ്പോഴേക്കും അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് അനി അവിടെ എഴുന്നേറ്റ് പോവാണ്. അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, ഇതെന്താ ഇവൻ ഇങ്ങനെ? എപ്പോഴും ഇവനിപ്പം ദേഷ്യവും ആലോചനയൊക്കെ ആണല്ലോ, എന്താ ഇവന് കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതുപോലുള്ള സ്റ്റോറീസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.